ഹായ് ഓൾ, ക്ലാസ് 11 ഫിസിക്സിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് മോഷൻ. മോഷനുമായി ബന്ധപ്പെട്ട് 2 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ക്ലാസ് 11 ഉള്ളത്. മോഷനെ സ്ട്രെയിറ്റ് ലൈനും ഉണ്ട്, മോഷനെ പ്ലെയിനും ഉണ്ട്. മോഷന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെറിയ ക്ലാസ്സിലേ പഠിച്ചു, ക്ലാസ് 9ലും ക്ലാസ് 8ലും എല്ലാം പഠിച്ചു അല്ലേ. ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷനിൽ ചേഞ്ച് ഉണ്ടായാൽ നമ്മൾ ആ ഒബ്ജക്റ്റ് മോഷനിലാണെന്ന് പറയും. ആ പൊസിഷൻ ചേഞ്ച് മെഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന 2 ടേംസ് ഉണ്ട്, ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും. എന്തായിരുന്നു ഡിസ്റ്റൻസ്? ഡിസ്റ്റൻസ് ഈസ് ദ ലെങ്ത് ഓഫ് പാത്ത് കവേർഡ്. ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കവർ ചെയ്ത പാത്തിന്റെ ലെങ്ത് ആണ് ഡിസ്റ്റൻസ്. എന്നാൽ ഡിസ്പ്ലേസ്മെന്റിന് നമ്മൾ കൺസിഡർ ചെയ്തത് ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനുമാണ്. ഡിസ്പ്ലേസ്മെന്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് പറയുമ്പോൾ നമ്മൾ എന്ത് പറയണം? ഡയറക്ഷൻ കൂടി പറയണം. ഡയറക്ഷൻ പറയേണ്ട ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, എന്നാൽ ഡയറക്ഷൻ പറയേണ്ടാത്ത ഡിസ്റ്റൻസ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് കാണാം, ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് ഒരു സർക്കുലാർ പാത്തിലാണ്. എ എന്ന പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ബിയിലാണ് എത്തിയത്. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വാട്ട് ഈസ് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് എന്നാണ്. മക്കളെ പറ, എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സർക്കുലാർ പാത്തിൽ ബിയിൽ എത്തണമെങ്കിൽ ദിസ് ഈസ് ദ ലെങ്ത് ഓഫ് പാത്ത് കവേർഡ് അല്ലേ. ഇത് ടോട്ടൽ കറങ്ങിയെങ്കിൽ നമുക്ക് പറയാം സർക്കിളിന്റെ സർക്കംഫറൻസ് ആണ്. പക്ഷേ ദിസ് ഈസ് ഓൺലി ഹാഫ് ഓഫ് ദാറ്റ്. സോ അവിടുത്തെ ഡിസ്റ്റൻസ് ഈക്വൽ ടു 2 pi r circumference that divided by 2. The answer is pi r. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ലെങ്ത് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. എ മുതൽ ബി വരെയുള്ള ഷോർട്ടസ്റ്റ് ലെങ്ത് അതെന്താണ്? ഈ സർക്കിളിന്റെ ഡയമീറ്റർ ആണ്. സോ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എത്ര വരും മക്കളെ? ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു 2r ആണ് അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ്. അങ്ങനെയാണ് മക്കളെ നിങ്ങൾക്കായ ഒരു ക്വസ്റ്റ്യൻ. സപ്പോസ് ഈ ബോഡി മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന എയിൽ നിന്നാണ് ആൻഡ് എൻഡ് ചെയ്യുന്ന പോയിന്റും എ ആണ് എങ്കിൽ ആ ബോഡിയുടെ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും? നിങ്ങളുടെ ആൻസർ കമന്റ് ബോക്സിൽ എഴുതൂ. നമുക്ക് വീണ്ടും കാണാം.